അതുകൊണ്ട് തന്നെ അതിനെതിരായി വളരെ ശക്തമായ ഒരു നിലപാട് എടുക്കാതെ നിർവാഹമില്ല. ഇത് കേരളത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തോ ഒതുങ്ങുന്ന ഒരു വിഷയമല്ല. അപ്പോൾ അതുകൊണ്ട് അതിനെതിരായി സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല അതിനെതിരായി രാജ്യവ്യാപകമായി തന്നെ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിൽ വരുന്ന 16-ാം തീയതി വലിയ പ്രതിഷേധ റാലി കോഴിക്കോട്ട് സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ട് കേസ് തമിഴ്നാട് സ്റ്റാലിൻ പ്രഖ്യാപിച്ചിട്ട് അതുപോലെ മതേതര പാർട്ടികൾ മുഴുവൻ ഇതിൽ ഈ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും നിയമപരമായി ഇതിനെ ചോദ്യം ചെയ്യും. പാർലമെന്റിലെ പ്രിയങ്കയുടെ അസാന്നിധ്യത്തിൽ ലീഗിന്റെ നിലപാടെന്ന് ഇല്ല, അങ്ങനെ നമ്മൾ ഈ കാര്യത്തിൽ ഇനിയിപ്പോ അത്തരത്തിലുള്ള അവരിപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ സ്ട്രോങ് ആയിട്ട് നിന്നതാണല്ലോ. പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു, ബാക്കിയുള്ളവരുണ്ടായിരുന്നു. ഒരാള് പിന്നെ അബ്സെന്റ് ആയിപ്പോൾ അതിന് വലിയ അതൊക്കെ ഇതിന്റെ ഒരു ഐക്യദാർഢ്യത്തിന് പോറിലേൽപ്പിക്കാൻ വേണ്ടി തൽപര കക്ഷികള് കുത്തിപ്പൊക്കി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അവർ വിദേശത്തായിരുന്നു എന്നറിയാലോ. അതിനുള്ള സ്ഥിരീകരണം അവർ പറഞ്ഞിട്ടുണ്ട്.